തൃശൂർ പൂരം വിവാദത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട വാർത്ത ഏറ്റെടുത്തു മറ്റു മാധ്യമങ്ങൾ. പൂരം അലങ്കോലമായതിനു പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് 24 പുറത്തുവിട്ടത് സെപ്റ്റംബർ 24-നാണ്. മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട റിപ്പോർട്ട് വീണ്ടും ചർച്ചയാക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന VS സുനിൽകുമാറും റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ തള്ളിയതാണെന്ന് തിരുവമ്പാടി ദേവസ്വവും പ്രതികരിച്ചു. പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം പുറത്തുവിട്ടത് സെപ്റ്റംബർ 24-ന്. തൃശൂർ പൂരം അട്ടിമറി ആസൂത്രിതമെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് വന്നു. തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. ഈ അന്വേഷണ റിപ്പോർട്ടിൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ പൂരം അട്ടിമറിച്ചു. ഇത് റിപ്പോർട്ടിലെ തന്നെ വാചകമാണ്. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ പൂരം അട്ടിമറിച്ചു. അട്ടിമറിക്കു പിന്നിൽ ഗൂഢാലോചനയുണ്ടായി. SKN രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ നീക്കമെന്നായിരുന്നു റിപ്പോർട്ട്. RSS BJP നേതാക്കളുടെ ഇടപെടൽ സ്ഥിരീകരിക്കുന്ന മൊഴികളെ സംബന്ധിച്ചുള്ള വിവരവും 24 പുറത്തുവിട്ടിരുന്നു. മാസങ്ങൾക്കിപ്പുറം 24 പുറത്തുവിട്ട വാർത്ത ഏറ്റെടുക്കുകയാണ് മാധ്യമങ്ങൾ. ADGPയുടെ റിപ്പോർട്ട് മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ടതാണെന്നും റിപ്പോർട്ട് നേരത്തെ മുഖ്യമന്ത്രി തള്ളിയതാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. ത്രിതല അന്വേഷണം നടക്കുന്നതിനാൽ റിപ്പോർട്ടിന് ഇനി പ്രസക്തിയില്ലെന്നും ഗിരീഷ് കുമാർ. അല്ല, ഇത് ADGP അജിത് കുമാർ സാറ് അങ്ങോരുടെ വെർഷനാണ് അങ്ങോര് കൊടുത്തിരിക്കുന്നത്. അത് മുന്നേ കൊടുത്തിരിക്കുന്നതാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും DGPയും അതിന് ത്രിതല അന്വേഷണം വെച്ചിട്ടുള്ളതാണ്. ആ ത്രിതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. തിരുവമ്പാടി തരത്തിൽ 0% പോലും ഇതിൽ പങ്കില്ല. മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട റിപ്പോർട്ട് വീണ്ടും ചർച്ചയാക്കുന്നത് ദുരൂഹമെന്ന CPI നേതാവ് VS സുനിൽകുമാർ. ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല. അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്നുള്ളത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. വിവരാവകാശ പ്രകാരം പോലും ലഭിക്കാത്ത റിപ്പോർട്ട് പുറത്തു വന്നതിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ.